കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളം കയറി. പുലർച്ചെ 2:30യോടെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. ശക്തമായ ജലപ്രവാഹത്തെ തുടർന്ന് സമീപത്തെ വീടിന്റെ മതിലും പൊളിഞ്ഞു. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് അപകടം. നിരവധി വീടുകളിൽ വെള്ളവും ചളിയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നായകൾ വരും, അപ്പോൾ നായ പൂച്ചക്കുട്ടികളെ പിടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മർത്തെ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയതാണ്. ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ വെള്ളം ഇതുവരെ കയറി കിടക്കുക. അപ്പോൾ ഞാൻ പിന്നെ മോനെ ഉണർത്തി. അപ്പോൾ മോൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ മതിൽ വീണ ശബ്ദം ഞാൻ കേട്ടത്. അപ്പോൾ അവിടുന്ന് വെള്ളം നിറഞ്ഞിട്ട് ആ ഫോഴ്സിൽ മതിൽ വീണുപോയി. അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറും ചെയ്ത് അകത്തും ബാത്റൂമിലും ഒക്കെ ചളിയും വെള്ളം കൂടിയാണ്. വീട്ടിനകത്തൊക്കെ വെള്ളം കയറി. അകത്ത് ഫുള്ള് വെള്ളം ചളിയാ. ഈ വാട്ടർ അതോറിറ്റിന്റെ ആൾക്കാർ പോലീസും ഫയർ സർവീസും വന്നു. അപ്പൊ അവര് വന്നിട്ട് എന്തൊക്കെയോ ശരിയാക്കൊക്കെ ചെയ്താരിയാണ് വെള്ളം വലിഞ്ഞ. അവര് വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നു. ഏതാണ്ട് എത്ര സമയം വെള്ളം ഇങ്ങനെ ഒഴുകി? 3:30-4 മണി. കുറേ നേരമായിട്ടുണ്ടോ, ഞങ്ങൾ അറിയുന്നില്ലല്ലോ. വെള്ളം നിറഞ്ഞിട്ട് ഈ മതിൽ വീണാരി അറിയുന്നത്. അപ്പോഴാണ് അറിയുന്നത്. വീടിനകത്തൊക്കെ കയറി. എല്ലാ സ്ഥലത്തും കയറി. ഉള്ളിലൊക്കെ ഉണ്ട് ചളിയാണ്. അത് ചുവന്ന മണ്ണായതുകൊണ്ട് വഴുക്കലും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളെ പ്രതിനിധി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വലിയൊരു ദുരിതം തന്നെയാണ്. അത് രാകേഷിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് പരിഹരിക്കുക? ഇപ്പോൾ അവിടെ വലിയ കുടിവെള്ളക്ഷാമം കൂടിയാണല്ലോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. മലാപ്പറമ്പിൽ പൈപ്പ് പൊട്ടുക എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഒരു പുതിയ വാർത്തയേ അല്ല. കാരണം അത്രമാത്രം കാലപ്പഴക്കം ചെന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളാണ് മലാപ്പറമ്പ് ഭാഗത്തുള്ളത്. മലാപ്പറമ്പ് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയതിനു മുൻപും പ്രധാന റോഡുകൾ ഉൾപ്പെടെ ദേശീയപാതയോട് ചേർന്നുള്ള പ്രധാന റോഡുകൾ ഉൾപ്പെടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ 1:30-2:30 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഏകദേശം 1 മണിക്കൂറിലധികം 3:30-3:45 കൂടെയാണ് ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിക്കുന്നതും അത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് തടയുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. ഏകദേശം 4 വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ 3 വീടുകളിലേക്ക് കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിൽ ഒരു പഴക്കം ചെന്ന വീടിന്റെ മതിലും പൊളിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 1.5 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ വെള്ളം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ ഫ്ലോറിക്കൻ റോഡിൽ ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലം വിതരണം പുനരാരംഭിക്കുന്നതും അല്പ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. കാരണം പ്രധാന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. വാട്ടർ അതോറിറ്റി കുറച്ച് ദിവസങ്ങൾക്കകം ഇതെല്ലാം തന്നെ ശരിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾക്കും ഇത് പുതുമയുള്ള കാര്യമല്ല. അവർക്ക് ജലവിതരണം തടസ്സപ്പെടുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി തവണ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. മായ രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. വലിയ ദുരിതമാണ് അവിടെയെന്ന് രാകേഷ് റിപ്പോർട്ട് ചെയ്തു.